ഫ്രണ്ട്സ് എല്ലാവർക്കും കുക്ക് ചെയ്ത ടിപ്സിലേക്ക് സ്വാഗതം കേട്ടോ. നമ്മൾ കാണിക്കാൻ പോകുന്നത് പച്ച കശുവണ്ടിയുടെ സമയമാണല്ലോ. അപ്പോൾ അത് വറുത്തരച്ച കറിയാണ് കേട്ടോ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ നിന്ന് പരിപ്പ് എടുക്കണം. അതിന് വേണ്ടിയിട്ട് ക്ലീൻ ചെയ്തെടുക്കും. എപ്പോഴും ശ്രദ്ധിക്കണം, നല്ലോണം വെളിച്ചെണ്ണ കയ്യിൽ തേച്ചിട്ട് വേണം. അതിൻ്റെ ചുണ പശയൊക്കെ വെച്ചിട്ട് കൈ നന്നായിട്ട് പൊള്ളും. അപ്പോൾ നല്ലോണം വെളിച്ചെണ്ണ തേച്ചിട്ട് നമ്മളത് ക്ലീൻ ചെയ്ത് ഉള്ളിൽ പരിപ്പ് എടുക്കുക. ഉള്ളിൽ കവറിങ്ങും കാണും, അതും റിമൂവ് ചെയ്ത് കളയണം കേട്ടോ. ഈ വറുത്തരച്ച കറി ആയത് കാരണം ഒരു പാത്രം വയ്ക്കുക. അതിലേക്ക് നമ്മൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. ചെറിയ ഉള്ളി, അതുപോലെ തന്നെ വെളുത്തുള്ളി, തേങ്ങ ചെരുക്കിയത്, വറ്റൽമുളക്, മുഴുവൻ മല്ലി, പിന്നെ ഗരം മസാല ഒക്കെ ചേർത്ത് നന്നായിട്ട് വറുക്കുക. വറുത്തതിന് ശേഷം മിക്സിയിലിട്ടിട്ട് കുറച്ച് വെള്ളം ചേർത്ത് നന്നായിട്ടൊന്ന് അരച്ച് മാറ്റി വയ്ക്കുക. ഇനി ഒരു പാത്രം വയ്ക്കുക. അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. സവാള അരിഞ്ഞത്, അതുപോലെ തന്നെ പച്ചമുളക്, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, തക്കാളി ചേർത്ത് നന്നായിട്ട് വഴറ്റുക. അതിൽ വഴറ്റി വരുമ്പോൾ അതിലേക്ക് കുറച്ച് മഞ്ഞപ്പൊടി, കുറച്ച് ഗരം മസാല, മുളക് പൊടി, പിന്നെ അരച്ച് വെച്ചത് കൂടി ചേർത്ത് നന്നായിട്ട് റോസ്റ്റ് ചെയ്ത് മൂപ്പിച്ച് അതിൻ്റെ പച്ചച്ചൊക്കെ ഒന്ന് മാറി എണ്ണയൊക്കെ തെളിഞ്ഞ് വരുമ്പോൾ അതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഇനി നന്നായിട്ടൊന്ന് തിളക്കട്ടെ. അതുപോലെ തന്നെ നമ്മൾ ആവശ്യത്തിനുള്ള ഉപ്പൊക്കെ ചേർത്ത് കൊടുക്കുക. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ആ പച്ച കശുവണ്ടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് അത് റോസ്റ്റ് ചെയ്തെടുക്കുക. ലാസ്റ്റ് കുറച്ച് മല്ലിയിലയും കറിവേപ്പിലൊക്കെ ഇട്ടാൽ നമ്മുടെ ഐറ്റം റെഡി. കുറച്ച് കുരുമുളക് പൊടിയും മുകളിൽ കുറച്ച് ലാസ്റ്റ് വെതറി കൊടുത്താണ്ടല്ലോ, അടിപൊളി ഐറ്റം ആണ് കേട്ടോ. ഇത് സൂപ്പറാണ്. ചോറിനും